രാജ്യത്ത് ഈ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങൾ, പ്രശ്നങ്ങൾ മോദിക്ക് തീർത്താ തീരാത്ത തലവേദനയാണ്. രാജ്യത്താകമാനം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുകയാണ് രാഹുൽ ഗാന്ധി. നികുതി കൊടുക്കുന്ന ഇന്ത്യൻ ജനം ഇതൊക്കെ കണ്ട് ഞെട്ടി മൂക്കത്ത് വിരൽ വെക്കുന്ന അവസ്ഥയിലുമെത്തി. കാരണം മറ്റൊന്നുമല്ല, രാജ്യത്ത് ഭരണത്തിലേറുന്ന പാർട്ടിയും പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന വ്യക്തിയെയും പ്രതീക്ഷയോടെ വലിയ സ്വപ്നത്തിലാണ് ജനം നോക്കിക്കാണുന്നത്. എന്നിരിക്കെ കിരാതവാഴ്ചയിലൂടെ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയും നേതാക്കളും നടത്തുന്ന ഏറ്റവും ഹീനമായ പ്രവർത്തനങ്ങളാണ് രാജ്യത്തെ ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷത്തോടെ ഭരണത്തിലേറുന്ന പാർട്ടിയും സർക്കാരും രാജ്യത്ത് നടത്താൻ പോകുന്ന വികസന പ്രവർത്തനം, ജനക്ഷേമ പ്രവർത്തനം, രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തുന്ന പ്രതിരോധ പ്രവർത്തനം, നയതന്ത്ര ബന്ധങ്ങൾ, രാജ്യത്തെ ആഭ്യന്തര നിയന്ത്രണങ്ങൾ, ഭരണഘടനയിലൂന്നിയ ജനസംരക്ഷണം, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലെ തലയെടുപ്പ് തുടങ്ങി രാജ്യത്തിൻ്റെ പൗരന്മാരുടെ അഭിമാനത്തിൻ്റെ അമരത്ത് ഇന്ത്യയെ നയിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയും പ്രതീക്ഷിച്ചിടത്താണ് അഴിമതിയും അരാജകത്വവും സ്വജനപക്ഷപാതവും സമ്പന്നരായ മോദിയുടെ സതീർത്ഥ്യർക്ക് വീതം വയ്ക്കലും ട്രംപിൻ്റെ അടുക്കളപ്പുറത്ത് നിരങ്ങലും വോട്ട് കൊള്ളയും ജനാധിപത്യ ധ്വംസനവുമൊക്കെ ജീവിതചര്യ ആക്കിയ ഒരു മോദിക്ക് കീഴിൽ ഇന്ത്യ ഞെരിഞ്ഞമരുന്നത്. ഇതാണ് രാജ്യത്ത് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത്. തിരഞ്ഞെടുപ്പുകളുടെ കാലം വരികയാണ്. 6-ാം തീയതി 11-ാം തീയതിയുമായി നടക്കുന്ന ബീഹാർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഉച്ചസ്ഥായിലായി കഴിഞ്ഞു. ബീഹാർ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും രാഹുൽ ഗാന്ധി തരംഗം ഒരു പുതിയ കുതിപ്പിനാണ് വഴിവെക്കുന്നത്. കൂടെ തേജസ്വി യാദവ് എന്ന ബീഹാറിൻ്റെ മിടിപ്പായ യുവത്വത്തെ ബീഹാറിനെ നയിക്കാനായി രാഹുൽ ഗാന്ധി മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് യുദ്ധത്തെ നേരിടുമ്പോൾ സത്യത്തിൽ ബീഹാറിൽ മഹാഗഠബന്ധൻ ജയമുറപ്പിക്കുകയാണ്. ഒരുപാടൊന്നും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇന്ത്യ മുന്നണിക്ക് മെനക്കെടേണ്ടി വരില്ല എന്നതാണ് ബീഹാറിൽ തെളിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷം. കാരണം മറ്റൊന്നുമല്ല, മോദിയുടെ തുറന്ന അഴിമതി കഥകൾ തന്നെ. മോദി അധികാരത്തിലേറിയ നാൾ മുതൽ പാർലമെന്റിനകത്തും പുറത്തുമായി പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവന്ന രാജ്യത്തെ ബാധിക്കുന്ന അതിരൂക്ഷമായ മോദി പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാൽ ഇന്ന് അവസാനിക്കില്ല എന്നതുകൊണ്ട് തന്നെ അത് മുഴുവൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. പക്ഷേ വർഗീയതയുടെ കടുത്ത RSS തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തെ ഭരണപരമായ കാര്യങ്ങൾ RSSന് അടിയറവ് വെച്ച് ഭരണം നടത്തുന്ന ഒരു മോദിക്കാലം. ഇന്ത്യയുടെ ചരിത്രം മായ്ച്ച് അവിടെ സംഘപരിവാറിൻ്റെയും ചതിയുടെയും കടുത്ത വർഗീയമായ പുതിയ കള്ളച്ചരിത്രം എഴുതി ചേർക്കുകയാണ്. BJPയുടെ അപ്രമാദിത്വത്തിൽ ഒരുതരം ബ്ലാക്ക് മെയിലിങ്ങിലൂടെ സംസ്ഥാനങ്ങളെയൊക്കെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടെത്തിക്കുകയാണ്. ഇങ്ങനെയൊക്കെ അധികാരത്തിൻ്റെ ദുർഭൂതങ്ങളെ അഴിച്ചുവിട്ട് വേട്ടയാടി എല്ലാം വിഴുങ്ങാനായി കാത്തിരിക്കുന്ന ബഗനായി മോദി അഴിഞ്ഞാടുന്നതിനെ കടിഞ്ഞാണിടാൻ ബീഹാർ തിരഞ്ഞെടുപ്പ് വഴി തെളിക്കുമെന്നതാണ് ഇന്ത്യ മുന്നണി പറയുന്നത്. ബീഹാറിൻ്റെ രാഷ്ട്രീയ സ്പന്ദനം അത് തെളിയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക്. വോട്ട് ചോരിയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിൽപ്പനയും മുതാനി കൂട്ടുകെട്ടിലെ അഴിമതിയും യുവാക്കളുടെ തൊഴിലില്ലായ്മയും സ്ത്രീകളുടെയും കുട്ടികളെയും അവഗണിക്കലും കർഷക ദ്രോഹവും കായിക താരങ്ങളോടുള്ള ക്രൂരതയും രാജ്യത്തിൻ്റെ അതിർത്തികൾ മാന്തിയെടുക്കുന്ന രാജ്യങ്ങൾക്കെതിരെ മൗനം പൂകലും ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ സ്വീകരിച്ച ഇരട്ടത്താപ്പും ട്രംപിൻ്റെ ഇന്ത്യ നിയന്ത്രണത്തിലുള്ള മൗനവും തീരുവാ യുദ്ധത്തിൽ സ്വീകരിച്ച അടിയറവ് നയവും ചെറുകിട കർഷകരുടെ കൃഷിഭൂമി ഏറ്റെടുത്ത് ഉന്നത കോർപ്പറേറ്റുകൾക്ക് വൻകിട വ്യവസായികൾക്കും കൈമാറ്റൽ തുടങ്ങി. ഇപ്പോഴിതാ BJPയുടെ തണലിൽ സംസ്ഥാന BJP അധ്യക്ഷന്മാരുടെ അഴിമതികളും പുറത്തു വരികയാണ്. രാജ്യത്തിൻ്റെ ഭൂസ്വത്തുക്കൾ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് പാട്ടത്തിനെടുത്ത് മറിച്ചു വിറ്റ BJP കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കോടികളുടെ തട്ടിപ്പും പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ അദാനിക്കായി വഴിവിട്ട സാമ്പത്തിക സഹായം ചെയ്തു എന്ന വാർത്തയും പുറത്തു വരികയാണ്. 60,000 കോടിയാണ് LICയിൽ സമ്മർദ്ദം ചെലുത്തി നിക്ഷേപം നടത്തിച്ചത്. അദാനിയുടെ കടം വീട്ടാൻ രാജ്യത്തിൻ്റെ ജനത്തിൻ്റെ ലൈഫ് ഇൻഷുറൻസ് നിക്ഷേപകരുടെ പണമാണ് മോദി പകൽ കൊള്ള ചെയ്തത്. 2025 മെയ്യിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം, സാമ്പത്തിക സേവന വകുപ്പ്, LIC, നീതി ആയോഗ് എന്നിവർ അദാനി ഗ്രൂപ്പ് ബോണ്ടുകളിലേക്കും ഇക്വിറ്റിയിലേക്കും കോടിക്കണക്കിന് നിക്ഷേപം നടത്താൻ തീരുമാനിച്ചതായുള്ള രേഖകൾ
ലഭ്യമായതായി വ്യക്തമാകുന്നുണ്ട്. അദാനി പോർട്സിനായി $58.50 കോടി ബോണ്ട് LIC മാത്രം നൽകിയതായി അദാനി ഗ്രൂപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടം തീർക്കുന്നതിനായി $58.50 കോടി അദാനി ഗ്രൂപ്പ് സമാഹരിക്കേണ്ടിയിരുന്ന അതേ മാസം തന്നെയാണ് LIC നിക്ഷേപകരായി രംഗത്തെത്തിയതും കൃത്യം ഈ തുക തന്നെ അദാനിക്ക് ലഭ്യമാക്കിയതും. മെയ് 30-ന് അദാനി ഗ്രൂപ്പ് മുഴുവൻ ബോണ്ടിനും ധനസഹായം നൽകിയത് LIC എന്ന ഒറ്റ നിക്ഷേപകർ ആണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് പൊതുഫണ്ടിന്റെ ദുരുപയോഗമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി രാജ്യത്തോട് പറയുന്നു, ബീഹാറിലടക്കം ഉത്സവ സീസണിലെ ട്രെയിനുകളുടെ തിക്കും തിരക്കും അതുവഴിയുണ്ടാകുന്ന ദുരന്തവും ഉയർത്തിക്കാട്ടി വാക്ക് പാലിക്കാത്ത ഈ ഇരട്ട എഞ്ചിൻ സർക്കാരിൻ്റെ പരാജയം എടുത്തുകാട്ടുകയാണ്. മോദി പ്രഖ്യാപിച്ച 12,000 സ്പെഷ്യൽ ട്രെയിനുകൾ എവിടെ പോയി എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചോദിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ നവംബർ 30 വരെ ഷെഡ്യൂൾ ചെയ്ത ട്രെയിനുകളുടെ 12,000 ട്രെയിനുകൾ കാണാനില്ല. അത് മോദി എന്ന ബഗൻ വിഴുങ്ങിയോ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. എല്ലാം കൊണ്ടും BJPയെ അട്ടപ്പട്ടലം വാരിക്കുഴിയിലാക്കുന്ന കഥകൾ പുറത്തു വരുമ്പോഴാണ് ബീഹാറിൻ്റെ മണ്ണിലെ വിജയം ഇന്ത്യ മുന്നണി ഉറപ്പിക്കുന്നത്. ബീഹാറിലെ അധികാരത്തിലേറ്റത്തിന് നിർണായക സ്വാധീനം ചെലുത്തുന്ന പ്രദേശങ്ങളാണ് സമസ്തിപ്പൂരും ബഗസാരയും. സമസ്തിപ്പൂർ RJDയുടെ സംരക്ഷിത കോട്ടയാണ്. എന്നാൽ വിധി നിർണയം പൂർത്തിയാവണമെങ്കിൽ ബഗസാര കൂടെ ചേർക്കപ്പെടണം. അതിനാൽ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ തേജസ്വി അടക്കം രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ്. സമസ്തിപ്പൂരും ബഗുസാരയിലും ഏകദേശം 36% വോട്ടർമാരാണുള്ളത്. 112 ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് അവിടെ ഉള്ളവർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബീഹാറിൻ്റെ ഗതി നിർണ്ണയിക്കാൻ ബഗുസാരയും സമസ്തിപ്പൂരും പ്രധാന ഘടകമാകുന്നത്. എന്നാൽ മൊത്തം വരുന്ന ബീഹാറിൽ യാദവ് വിഭാഗത്തിൻ്റെ നേട്ടം ചില്ലറയല്ല എന്നതും ഓർക്കണം. 14% യാദവരുടെ അവിടുത്തെ ശക്തി. ചിതറിക്കിടക്കുന്ന മറ്റു വിഭാഗങ്ങൾക്കിടയിൽ 17.70% മുസ്ലിം വിഭാഗവുമുണ്ട്. അതാണ് BJPയുടെ സങ്കീർണതയും. കാരണം ന്യൂനപക്ഷ ദ്രോഹം ഏറ്റവും രൂക്ഷമായ സാഹചര്യമാണ് രാജ്യത്ത് BJP ഭരണത്തിൽ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും മുസ്ലിം ജനതയോടുള്ള BJPയുടെ സമീപനം ഏറ്റവും കടുത്ത അവസ്ഥയിലുമാണ്. വഖഫും പൗരത്വ നിയമവും ബീഹാറിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി നടത്തിയ മുസ്ലിം വോട്ട് വെട്ടിമാറ്റലും അടക്കം അതിരൂക്ഷ പ്രതിസന്ധിയിലൂടെയാണ് മുസ്ലിം വിഭാഗം രാജ്യത്ത് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ മുസ്ലിം വിഭാഗം NDAയെ ഒരിക്കലും പിന്തുണയ്ക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ യാദവരും മുസ്ലിം വിഭാഗവും ഒത്തുചേരുകയും അവിടെ രാഷ്ട്രീയ കോളിളക്കം സംഭവിക്കുകയും NDA നിതീഷ് കുമാറും BJPയും തകർന്നടിയുകയും ചെയ്യും. രാഹുൽ മാജിക്ക് അവിടെ സംഭവിക്കുകയും ചെയ്യും. ഇത് രാജ്യത്തിൻ്റെ മാറിമറിയുന്ന രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ ഒരു രൂപം വ്യക്തമാകും. BJP എന്ന RSSൻ്റെ ചതുരംഗപ്പലയിലെ കരുക്കളായി ഇന്ത്യയെ മാറ്റുകയും രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ച് ഒരു സ്വേച്ഛാധിപതിയുടെ അഹങ്കാരത്തിൽ വാഴുന്ന RSS പ്രൊഡക്റ്റായ മോദിക്ക് എന്ത് ഇന്ത്യ, എന്ത് ജനാധിപത്യം? പക്ഷേ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ അങ്ങനെയല്ല. ഇന്ത്യ എന്നത് സിരകളിലോടുന്ന രക്തമാണ്. അതിനായാണ് രാഹുൽ ഗാന്ധി ബീഹാറിൻ്റെ മണ്ണിൽ കുതിച്ചുയരുന്നത്. രാഹുൽ പ്രഭാവം മോദിക്കാലം തുടച്ചു നീക്കുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.